അപ്പുഗഞ്ച് എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ഹർഷ് തന്റെ ഭാര്യ സുരേഖയോടൊപ്പം ജീവിച്ചു വന്നു. ഹർഷ് ഗ്രാമത്തിൽ പാത്രങ്ങൾ വിൽക്കുകയായിരുന്നു. ഓരോ ആഴ്ചയും അദ്ദേഹം തന്റെ ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പാത്രങ്ങൾ വിൽക്കാൻ പോകും. ഒരു ദിവസം അദ്ദേഹം പാത്രം വിൽക്കാനായി ആ പാത്രങ്ങളുള്ള കുട്ടയെടുത്ത് തലയിൽ വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സുരേഖ അദ്ദേഹത്തോട് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ എന്തുകൊണ്ടാ ഈ പാത്ര വ്യാപാരം വിടാത്തത്? ഇപ്പോഴൊക്കെ നിങ്ങളുടെ പാത്രം ആരാണ് വാങ്ങിക്കുന്നത്? ആരും മേടിക്കുന്നില്ല തന്നെയാണ് സുരേഖ. പക്ഷെ എന്റെ മുത്തശ്ശൻ, അച്ഛൻ എല്ലാം പാത്രമല്ലേ വിറ്റത്. പക്ഷെ എനിക്ക് പാത്രം, ടിഫിൻ, ഗ്ലാസ് അല്ലാതെ വേറൊന്നും ചെയ്യാൻ അറിയില്ലല്ലോ. അതേസമയം നമ്മളെ കൊണ്ട് പട്ടിണി കിടക്കാനാകില്ലല്ലോ. ഇന്ന് ഒരു ദിവസം മാത്രം എന്നെ വിട്. ഇന്ന് പാത്രമൊന്നും വിറ്റില്ലെങ്കിൽ ഞാൻ എല്ലാ പാത്രവും കടലിൽ കളഞ്ഞോളാം. പിന്നെ വേറെ എന്തെങ്കിലും ജോലി നോക്കാം. അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരാൾ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ വാതിൽക്കൽ വന്ന് ഹർഷിനെ വിളിക്കുകയായിരുന്നു. ഹർഷേട്ടാ, ഹർഷേട്ടാ. ഹർഷ് വാതിൽക്കൽ വന്നു. എന്താ നീ ശബ്ദം ഇടുന്നേ? നമ്മുടെ ഗ്രാമത്തലവര് നമ്മളെല്ലാവരും കൂട്ടത്തിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേട്ടാ, അത് അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റൂ. വേഗം വരൂ, ആ വലിയ മരത്തിന്റെ അടുത്ത് എല്ലാ ഗ്രാമജനങ്ങളും ഇരിക്കുന്നുണ്ട്. ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഹർഷ് വീട്ടിനകത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുപറ്റി? അദ്ദേഹം എന്താണ് പറഞ്ഞിട്ട് പോയത്? ശരി, ഇന്ന് ഞാൻ വ്യാപാരത്തേക്ക് ചെല്ലാൻ സാധിക്കില്ല. തലവരെ കൂട്ടത്തിലേക്ക് എല്ലാവരും വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കും അവിടെ ചെല്ലണം. സുരേഖയും അവളുടെ ഭർത്താവും തലവന്റെ സഭയിലേക്ക് ചെന്നു. അവിടെ നോക്കിയപ്പോൾ അവിടെ തലവനോടൊപ്പം ഗ്രാമത്തിലെ ജമീന്ദാർ അമ്മയും നിൽക്കുകയായിരുന്നു. ഈ ജമീന്ദാർ അമ്മ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഇതിനു മുൻപേ ഗ്രാമത്തിലെ കാര്യങ്ങളിൽ ഞാൻ ഇവരെ കണ്ടിട്ടേ ഇല്ല. കുഴപ്പമില്ല, അവിടെ നമുക്കും കാണാം. തലവര് എന്തിനാ നമ്മളെ ഇവിടെ വരാൻ പറഞ്ഞിരിക്കണെന്ന്. ഗ്രാമത്തെ ജനങ്ങളെ, ഗ്രാമത്തിലേക്ക് ഒരു വലിയ പ്രശ്നം വന്നിട്ടുണ്ട്. സർക്കാർ നമ്മുടെ നിലത്തിനെയൊക്കെ വെളിനാട്ട് കമ്പനിക്ക് വിൽക്കാൻ വേണ്ടി തയ്യാറാവാണ്. എന്ത്? പക്ഷെ സർക്കാർ നമ്മുടെ സ്ഥലത്തിനെയും വീട്ടിനെയും വെളിനാട് കമ്പനിക്ക് എങ്ങനെ വിൽക്കാൻ പറ്റും? നമ്മുടെ വീടിന്റെ പത്രം നമ്മുടെ കയ്യിലല്ലേ ഉള്ളത്. ഇതിനാണ് പറയുന്നത് നിങ്ങൾക്ക് പഠിപ്പറിവില്ലാന്ന്. ഗവൺമെന്റിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പോലും നിങ്ങൾക്ക് അറിയുന്നില്ല. ഗവൺമെന്റ് നിങ്ങളുടെ സ്ഥലം വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ വീട് നൽകും. വേറെന്താ? അല്ല, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. എന്റെ അച്ഛൻ മുത്തശ്ശന്റെ കാലത്ത് തൊട്ട് എന്റെ സ്ഥലം എന്റെ കയ്യിലാണുള്ളത്. സർക്കാർ വിചാരിച്ചാ ഇതെങ്ങനെ വിൽക്കാൻ സാധിക്കും? എല്ലാവരും ധൈര്യത്തോടെ ഇരിക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകും. പക്ഷെ നമ്മളടുത്ത് വേറെ വഴിയൊന്നുമില്ല. നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഈ ജമീന്ദാർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടേ പറ്റൂ. എന്റെ കൈവശം ഒരു പ്ലാൻ ഉണ്ട്. നിങ്ങളുടെ സ്ഥലവും വീടും എന്റെ പേരിലേക്ക് എഴുതി വെക്കൂ. പിന്നെ ഈ ഗ്രാമം മൊത്തം എന്റെ പേരിലാകും. ഗവൺമെന്റ് ഈ സ്ഥലം വിൽക്കാനായി വരികയാണെങ്കിൽ ഞാൻ ഇക്കാര്യം ഹൈക്കോർട്ട് വരെ കൊണ്ടെത്തിക്കും. അതിലും പറ്റിയില്ലെങ്കിൽ സുപ്രീം കോർട്ട് വരെ കൊണ്ടെത്തിക്കും. പക്ഷേ ഞാൻ വിദേശ കമ്പനികളെ നിങ്ങളുടെ വീട് തൊടാൻ പോലും അനുവദിക്കില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വാക്കാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഒരുപക്ഷെ ജമീന്ദാരമ്മ ഈ വീട്ട് തിരിച്ചു തന്നില്ലെങ്കിൽ? എന്നാ ശരി, തരണ്ട, വിട്ടേക്ക്. നിങ്ങളുടെ മുത്തശ്ശന്മാരുടെ സ്വത്തൊക്കെ ഗവൺമെന്റ് എടുത്തുകൊണ്ടു പോകും. ഗ്രാമത്തെ ജനങ്ങളെ, നമ്മളടുത്ത് വേറെ വഴിയൊന്നുമില്ല. നമ്മൾ ഈ ജമീന്ദാരമ്മ പറയുന്ന പോലെ ചെയ്താലേ ശരിയാവൂ. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ഇതിന് സമ്മതിച്ചോ. പിന്നെ അവരവരുടെ വീട്ടിൽ നിന്ന് അവരവരുടെ നിലത്തിന്റെ പത്രങ്ങൾ എടുത്തുകൊണ്ടുവന്ന് ഗുല്ലുവിന്റെ കയ്യിൽ നൽകി. ഗുല്ലു എല്ലാ പത്രങ്ങളും വാങ്ങി അത് ജമീന്ദാർ അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി നൽകി. എന്നിട്ട് എന്തു പറഞ്ഞെന്നാൽ, ജമീന്ദാരമ്മ, നിങ്ങൾ നന്നായിട്ട് കളി കളിച്ചു. ഒരേ സമയം കൊണ്ട് മൊത്ത ഗ്രാമത്തിന്റെ സ്ഥലം നിങ്ങളുടെ പേരിക്കാക്കിയല്ലോ. നിങ്ങളെ അഭിനന്ദിക്കണം. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ എത്ര മന്ദബുദ്ധികളായിരിക്കുന്നു. ഇവരുടെ തലവനും എന്റെ വലയിൽ കുടുങ്ങി, കണ്ടോ? ദിവസങ്ങൾ കടന്നുപോയി. പിന്നെ ആ ഗ്രാമത്തിലെ ജനങ്ങൾ ശ്രദ്ധിച്ചു. ഗവൺമെന്റിൽ നിന്നും യാതൊരു പദ്ധതിയും അവിടേക്ക് വന്നില്ല. അപ്പോഴാണ് തലവൻ വീണ്ടും ഒരു വട്ടം ഗ്രാമത്തിലെ ജനങ്ങളെ അവിടേക്ക് വിളിച്ചത്. തലവൻ സാറേ, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ വീട്, നിലപത്രം എല്ലാം ജമീന്ദാറിന്റെ അമ്മയുടെ പേരിൽ എഴുതി. പക്ഷെ അവർ പറഞ്ഞതുപോലെ ഒരു പദ്ധതിയും വന്നില്ലല്ലോ. ഞാനും ഈ കാര്യത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. പക്ഷെ ഇത്ര സമയം എടുത്തിട്ട് ജമീന്ദാരമ്മ ഈ കൂട്ടത്തില് വന്നിട്ടില്ലല്ലോ. അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജമീന്ദാർ അമ്മ ആ സ്ഥലത്തേക്ക് വന്നെത്തി. അവർ പറഞ്ഞു, ശരി, എല്ലാരും എന്റെ വീട് കാലിയാക്ക്. ഈ ഗ്രാമം തന്നെ ഇപ്പൊ എന്റെ പേരിലാണ്. നിങ്ങൾ ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ പോലീസിൽ പോകും. പത്രങ്ങളൊക്കെ എന്റെ കൈവശമുണ്ട്. നിങ്ങൾ എന്താ പറയണത് ജമീന്ദാരമ്മേ?
തലവരെ വീട് കാലിയാക്ക്, നിങ്ങളെ കൊണ്ടുപോവാണ്. പക്ഷെ ഞങ്ങൾ എവിടെ പോവും? എവിടേക്കെങ്കിലും പോകൂ, എനിക്കെന്താ. പക്ഷെ എല്ലാരും വീട് ഒഴിഞ്ഞേക്കണം. ഒരുപക്ഷെ ഒഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് വാടക നൽകേണ്ടിയിരിക്കും. നിങ്ങൾക്ക് 3 ദിവസത്തെ സമയം തരാം. വെറും 3 ദിവസം. വരൂ ഗുല്ലു, പോകാം. ജമീന്ദാർ അമ്മ അവിടെ നിന്നും പോയി. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ആകെ സങ്കടത്തിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? എന്റെ അടുത്ത് ഈ പാത്രം മാത്രമല്ല ഉള്ളത്, ഇതിലും വരും തട്ട് മാത്രം ഉള്ളത്. ഇന്ന് ചെന്ന് ഇതിന് വിറ്റ് എത്ര കാശ് കിട്ടുന്നോ അതിന് വീട്ടിക്ക് കൊണ്ടുവന്നും നമ്മൾ തെരുവിൽ തന്നെ ഇരിക്കണോ? ഹർഷ് പാത്രങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് ആ പാത്രങ്ങൾ വിൽക്കാനായി അദ്ദേഹം പുറപ്പെട്ടു. പക്ഷെ ആരും അദ്ദേഹത്തിൽ നിന്നും പാത്രം വാങ്ങിയില്ല. അതുകൊണ്ട് അദ്ദേഹം വളരെ വിഷമത്തോടെ കാട്ടിലെ വഴിയിൽ കൂടി തന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം അവിടെ ഒരു വയസ്സായ മുത്തശ്ശിയെ കണ്ടത്. എന്തിനാ മോനെ നീ വിഷമിക്കുന്നത്? ഇപ്പോൾ വിഷമിക്കുന്ന സമയമാണോ നിനക്ക്? പിന്നെ എന്തിനാ നീ കരയുന്നത്? ഇവിടെ ഒന്നും നിനക്ക് സ്വന്തമായുള്ളതല്ല. ഇവിടെ നിന്നും പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. ഈ ലോകം വിട്ട് നീ പിരിഞ്ഞു പോകുമ്പോൾ. നിങ്ങൾ ആരാണ്? ഞാനൊരു മുത്തശ്ശിയാണ്. നല്ല മായമന്ത്രങ്ങൾ ചെയ്യും. പാത്രങ്ങൾ കൊണ്ട് വീട് പണിയും. പറയോ, നിന്റെ ഈ കുട്ടയ്ക്കകത്ത് എന്താണുള്ളത്? എന്റെ കൂടയില് പാത്രം എന്ന് പറയുമ്പോ അത് തട്ട് മാത്രമേ ഉള്ളൂ. ഈ പാത്രം ആകാശത്തിലുമായിരിക്കില്ല, ഭൂമിയിലുമായിരിക്കില്ല. നിന്റെ വീട് പറന്നു ചെല്ലും. നിങ്ങൾ എല്ലാവരും ഇരിക്കും ഈ പാത്രത്തിൽ. നിങ്ങൾ എന്നെ സഹായിക്കുമോ? നൃത്തം ചെയ്യേ, എണീറ്റ് നൃത്തം ചെയ്യേ. നിങ്ങൾക്ക് സുഖമാണോ? ആ വയസ്സായ മുത്തശ്ശി ഹർഷിന്റെ കയ്യിൽ മാന്ത്രിക വടി നൽകി. എന്നിട്ട് പറഞ്ഞു, ചെല്ല്, ഗ്രാമത്തിലുള്ളവർക്ക് ഈ പാത്രം നൽക്. എന്നിട്ട് ഈ വടി ചുറ്റ്. ഈ പാത്രം വീടായി മാറും. എന്നിട്ട് നീ എവിടെയാണോ ആഗ്രഹിക്കുന്നത് അത് അവിടെ എത്തും. ശരി, എന്നാൽ ഞാൻ പോവുകയാണ്. ആ മുത്തശ്ശി പെട്ടെന്ന് അവിടെ നിന്നും മാഞ്ഞുപോയി. ഹർഷ് തന്റെ ഗ്രാമത്തിലേക്ക് ചെന്നു. അദ്ദേഹം തന്റെ ഭാര്യയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹം തന്റെ പാത്രത്തിന്റെ കുട്ടയിൽ നിന്നും എല്ലാ പാത്രങ്ങളും എടുത്തു. അത് തറയിൽ വെച്ചു. എന്നിട്ട് അതിന്റെ മേലിൽ വടി ചുറ്റി. ആ പാത്രത്തിൽ വടി ചുറ്റിയതും തന്നെ അതിന്റെ മുകളിൽ ഒരു വീട് വന്നു. ശരിക്കും ഈ പാത്രത്തിൽ വീട് വന്നിരിക്കുന്നു ചേട്ടാ. ആ മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ നടന്നിരിക്കുന്നു. ഹർഷ് തലവനോട് ചെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് ഹർഷ് ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവർക്കും പാത്രത്തിൽ വീട് കെട്ടി നൽകി. ഇതൊക്കെ കണ്ടിട്ട് ജമീന്ദാർ അമ്മ തലവൻ കൂട്ടിയ സഭയുടെ മുൻപിൽ വന്നു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വീടൊക്കെ ഒഴിഞ്ഞു തരണമെന്ന്. പക്ഷെ വീട് ഒഴിയുന്നതിന് പകരം പാത്രത്തിൽ വീട് കെട്ടുന്നോ? മതി, നിങ്ങളുടെ അതിര് കടക്കുകയാണ്. എന്ത്? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഏതെങ്കിലും കോടതിയിലേക്ക് പോവോ? എന്തു പറയും? ഞങ്ങൾ വീട് കാലിയാക്കി കഴിഞ്ഞു. അതോടൊപ്പം ഞങ്ങൾ നിങ്ങളുടെ സ്ഥലത്തല്ല ഇരിക്കുന്നത്. ഞങ്ങളുടെ തട്ടുവീട് നിലത്തിലോ ഇല്ല ആകാശത്തിലോ അല്ല. നിങ്ങൾ കോടതി ചെന്ന് എന്തു പറയോ ജമീന്ദാരെ? നീ കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ പോ. ഞങ്ങളും വന്ന് അവിടെ എന്താണെന്ന് പറയാം. നീ എങ്ങനെയാണ് ഞങ്ങളോട് നുണ പറഞ്ഞ് ഞങ്ങളുടെ വീടും സ്ഥലവും പിടിച്ചു പറ്റിയതെന്ന് ഞങ്ങളും പറയാം. ഇത് കേട്ടിട്ട് ജമീന്ദാറമ്മ തന്റെ വീട്ടിലേക്ക് നടന്നു. പിന്നെ ഗൊല്ലു ജമീന്ദാറമ്മയോട് എന്തു പറഞ്ഞെന്നാൽ, ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാ മുതലാളിയമ്മേ? നിങ്ങൾക്ക് എന്തെങ്കിലും ആലോചനയുണ്ടോ? അതെ, ആ ഹർഷിൽ നിന്നും പാത്രത്തിൽ വീടുണ്ടാക്കുന്ന ആ വടി നമ്മൾ മോഷ്ടിക്കണം. പക്ഷെ നമ്മളെങ്ങനെയാ അത് എടുക്കുന്നത്? അവന്റെ വീട് തട്ടിന്റെ മേലെയാണല്ലോ. അവന്റെ പാത്ര വീട്ടിൽ കയറി നമുക്ക് ആ വടി മോഷ്ടിക്കാം. പിന്നെ നിന്നെ കാണാനും കള്ളനെ പോലെ തന്നെയാണ് തോന്നുന്നത്. നിങ്ങൾ ശരിയാണ് പറഞ്ഞത്. എന്റെ മുഖം കാണാൻ കള്ളനെ പോലെ തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങളാണ് മോഷണങ്ങളൊക്കെ ചെയ്യുന്നത്. എന്ത്? ഒന്നുമില്ല മുതലാളിയമ്മേ, നിങ്ങൾ എന്നെ ക്ഷമിക്കുന്നേ. രാത്രിയായി. ജമീന്ദാറമ്മയും ഗുല്ലുവും ഹർഷിന്റെ പാത്ര വീട്ടിലേക്ക് ചെന്നു. പിന്നെ ഹർഷിന്റെ വീട്ടിനകത്ത് ആരും കാണാതെ കേറി. ചെന്ന് ആ മാന്ത്രിക വടി തേട്, പോ. ശരി മുതലാളിയമ്മേ, നിങ്ങൾ എനിക്കൊരു കാര്യം പറയൂ. ഇവിടെ ഹർഷും അവന്റെ ഭാര്യയും കാണുന്നില്ലല്ലോ. എവിടെ പോയിരിക്കും? ഹർഷും സുരേഖയും അന്ന് ആ വീട്ടിൽ ഇല്ലായിരുന്നു. വളരെ നല്ലത്, അവരിന്ന് വീട്ടിലില്ല. നമ്മൾ സമാധാനമായി ആ വടി തേടിയെടുക്കാം. ഗുല്ലു ആ വടി കണ്ടുപിടിച്ചു. മുതലാളിയമ്മേ, ഇവിടെ നോക്കൂ, ആ വടി ഇവിടെയുണ്ട്. ഈ തലകാണിന്റെ അടിയിൽ തന്നെ ഉണ്ട്. നിക്കേ, അത് എന്റെ കയ്യിൽ താ. ആ വടി ജമീന്ദാറമ്മ കയ്യിലെടുത്തതും തന്നെ
ഹർഷിന്റെ ആ പാത്ര വീട് ആകാശത്തിൽ പറക്കാൻ തുടങ്ങി. ജമീന്ദാർ അമ്മ വീട്ടിന് പുറത്തു വന്ന് താഴേക്ക് നോക്കിയപ്പോൾ നമ്മൾ എങ്ങനെയാ ഇത്രയും മുകളിൽ വന്നത്? ഗുലു, നീ എന്താണ് ചെയ്തത്? ഞാൻ എന്ത് ചെയ്തു മുതലാളി അമ്മേ? ജമീന്ദാർ അമ്മയ്ക്ക് അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. ജമീന്ദാരമ്മേ, ആ മുകളിലിരുന്ന് നിങ്ങളുടെ വീടും സ്ഥലങ്ങളൊക്കെ കാണാൻ എങ്ങനെ ഇരിക്കുന്നു? തലവൻ സാറേ, ദയവായി എന്നെ താഴേക്ക് ഇറക്കൂ. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. സന്തോഷമായിരിക്കുന്നു. അമ്മേ, ജമീന്ദാറമ്മേ, നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ആ വടി, അത് കള്ളവടിയാണ്. ദേ നോക്ക്, യഥാർത്ഥ വടി എന്റെ കയ്യിലിരിക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ഈ ജമീന്ദാരാണ് ചെയ്തത്. ജമീന്ദാറമ്മേ, മര്യാദയ്ക്ക് ഞങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത സ്ഥലം, വീട്ടിന്റെ പത്രം എല്ലാം തിരിച്ചു തരാമെന്ന് പറ. എന്നാലേ നിങ്ങളെ താഴേക്കിറക്കുള്ളൂ. ഞാൻ വാക്കു നൽകുകയാണ്. ഞാൻ നിങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത വീട്, സ്ഥലപത്രം എല്ലാം ഞാൻ തിരിച്ചു തന്നേക്കാം. എന്നെ താഴേക്കിറക്ക്. സത്യമാണോ? അതെ, സത്യമായി ഞാൻ തിരിച്ചു തന്നേക്കാം. ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റാണ്, എന്നോട് ക്ഷമിച്ചേക്ക്. സുരേഖ ആ വടി ചുറ്റി ആ വീട് താഴേക്കിറങ്ങി. അടുത്ത ദിവസം ജമീന്ദാറമ്മ ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവർക്കും അവരുടെ വീട്, സ്ഥലം, പാടത്തിന്റെ പത്രമൊക്കെ തിരികെ നൽകി.